വരുവിൻ. അൾത്താര മുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാൻ. തിരുനാഥനായി പ്രിയജനമേ ബലിയർപ്പിക്കാൻ വരുവിൻ. അൾത്താര മുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാൻ. തിരുനാഥനായി പ്രിയജനമേ ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ. അൾത്താര മുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാൻ. തിരുനാഥനായി പ്രിയജനമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളെ സമയത്തന്നെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. 8 നോമ്പിന്റെ 7ാമത്തെ ദിനത്തില് ഈ പ്രഭാതത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് നാം അണയുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ദൈവതിരുസന്നിധിയോട് ചേർത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് 8 നോമ്പ് കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര്, കുഞ്ഞുങ്ങളുമായിട്ട് ഉദരത്തിലായിരിക്കുന്ന അമ്മമാര് സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപയാല് അവർക്ക് സന്താന ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്നേഹന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട അങ്ങയുടെ സഭയെ ദയാവരം കടാക്ഷിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധയിൽ വളരുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യരഹസ്യങ്ങളെ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് നിറഞ്ഞ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമോ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കർത്തതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവം ഇങ്ങയുടെ ജീവതായും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ അനുഗ്രഹിക്കട്ടെ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേനെ പോലെ ആകരുത്.
എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തന്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തന്റെ സഹോദരന്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കൂടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 വാക്യങ്ങൾ 19 മുതൽ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികന് മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷി നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും.
അബ്രഹാം അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ 2 വായനകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് കാണുകയാണ് പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിന്റെ ശൈലിയെ രൂപപ്പെടുത്തുവാനായിട്ട്. തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ധനവാൻ ഒരു രീതിയിലുള്ള തിന്മയും ലാസറിനോട് പ്രവർത്തിച്ചില്ല, ഒരു ദ്രോഹവും അവരോട് ചെയ്തില്ല. അവന്റെ പടിവാതിക്കല് കിടക്കാനായിട്ട് അനുവദിച്ചു. അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കാനായിട്ട് അനുവദിച്ചു. പക്ഷേ നിത്യവിധിയുടെ സമയത്ത് വന്നപ്പോൾ ലാസർ അബ്രാഹത്തിന്റെ മടിയിലേക്കും ധനവാൻ നിത്യ അഗ്നിയിലേക്കുമാണ് എടുക്കപ്പെട്ടത്. തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഈ ധനവാൻ ഒരു ദുഷ്ടനായ മനുഷ്യനൊന്നുമല്ല. ഒന്ന് നോക്കുകയെ, അവൻ നരകാഗ്നിയിൽ കിടക്കുമ്പോഴും അവന്റെ സഹോദരന്മാർ ഒരിക്കലും ഈ നരകാഗ്നിയിൽ വീഴരുതെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്താണ് ധനവാന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ കഴിവുള്ള നന്മയെ അപരന് ചെയ്യാത്തത് വലിയൊരു പാപമാണ്. എനിക്ക് കഴിവുണ്ടായിട്ടും, എനിക്ക് അവസരമുണ്ടായിട്ടും, എനിക്ക് സമയമുണ്ടായിട്ടും, എനിക്ക് സൗകര്യങ്ങളുണ്ടായിട്ടും എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണീര് കാണാനും അത് തുടയ്ക്കാനും എൻ്റെ കരം ഉയർത്താത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് പരിശോധിച്ച് നോക്കാം. ആരുടെയെല്ലാം കണ്ണീര് ഒപ്പാൻ ദൈവം എൻ്റെ കരത്തിന് കരുത്ത് നൽകിയിരിക്കുന്നു. അവയെ എത്രമാത്രം പ്രയോജനപ്പെടുത്തുവാനായിട്ട്, എത്രമാത്രം തമ്പുരാന് വേണ്ടിയിട്ട് ഈ ലോകത്ത് ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് അതിനു വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ആരുടെയെല്ലാം കണ്ണീര് തുടയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്മ ഒഴുക്കി അവരന് ആശ്വാസം പകരാനായിട്ട് എനിക്ക് സാധ്യമാക്കുന്നുണ്ട്. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ, 8 നോമ്പിന്റെ 7ാമത്തെ ദിനത്തിലെ പ്രഭാതത്തില് ഞങ്ങൾ ബലിപീഠത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അവരൻ്റെ കണ്ണീര് ഒപ്പാനായിട്ട്, അവരൻ്റെ വേദനയിൽ ആശ്വാസമാകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ഒരു മനസ്സാന്തരവും കൃപാവരവും തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരു രക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുണനത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവൃത്തികളിൽ കഴിവിനൊത്തും പങ്കാളികളാവാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകളുടെ ഇടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ത്രീയന്മാരും പ്രവാചകന്മാരും ആവുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശയുടെ സഭ മുഴുവന്റെയും തലവനായ
ഞങ്ങളുടെ പരിശുദ്ധ പിതാമ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആന്റണി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ മിശിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പിക്കണം കടച്ചുകൊണ്ട് വ്യക്തിപരമായ നിയോഗങ്ങള് പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയെ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിതരെങ്കിലും സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളുടെ സാക്ഷികളുടെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിരസദൃഹമായ ഉദ്ധാനം വഴി നിയമത്തോടെ അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുകൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈര്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിൽ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തന്മാരും മെത്രാന്മാരും നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും
ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ പഠനാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്നും വേർപെട്ടവ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരി കൃപാകരന്റെ കരങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കൃപാകരനെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷമർത്ഥമായ അനുഗ്രഹങ്ങളെ നിങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീരത്തിനാഥ ശുശ്രൂഷരാക്കുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നിങ്ങളെ കാരുണ്യത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനത്തിന്റെ സകലം ഉറച്ച വിശ്വാസം പരികർമ്മം ചെയ്യുവാൻ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ നിന്ന് കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസം വരെ സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടരുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറത്തിലെത്തുന്നതിന്റെ ആരാധ്യമായ നാമം എല്ലാ ദൈവസ്തുതിയും എല്ലാ നാവുകളുടെ കൃത എല്ലാ സൃഷ്ടിയും നമുക്ക് അർഹിക്കുന്നു. എന്തുകൊണ്ട് നൽകി ലോകത്തെയും അതിന്റെ സകലത്തെയും കരുണ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തിലുള്ളവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിരായിരങ്ങളും മലമുടവതിനായിരങ്ങളും ഒക്കെ അതിനംഗീകരിക്കപ്പെട്ട ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സേനകളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരീക്ഷത്തിനും അരുവികളുമായ ക്രമന്മാരും സഭന്മാരും ചേർന്ന് നാഥനാംഗിക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്ഥലത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് കരുതൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രങ്ങളെ കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനമാകണമായ ദാസ അവിടെ നാം തിരുമിച്ചുകൂടിയ ലക്ഷ്യ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമിടത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കർത്താസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചയപ്പെടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവിതങ്ങളെ പങ്കുകാരാക്കുവാൻ നീ അവരുടെ സ്വഭാവം സ്വീകരിക്കുകയും അതപതിശമായ സമുദ്രികമതായ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശുദ്ധ പ്രാശനയുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്തെ മാത്രം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സർവ്വപിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സർവ്വപിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ തിരുവാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും തോമസ് മെത്രാനും പുരോഹിതന്മാർ ശംശാനന്മാർ സമർപ്പിതമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ എഴുതുകാരൻ എന്നിവർക്കും വിശുദ്ധോലിക്കാസവും മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും സാക്ഷികളെയും മന്ദകളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്ധ്യപ്രേക്ഷമാവിധ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വരപ്പെട്ട എല്ലാ മരീക്ഷവർക്ക് വേണ്ടി അങ്ങയുടെ കാരണത്തെ പ്രത്യാശവർ കാത്തിരിക്കുന്ന ഈ ക്ഷണത്തിന് വേണ്ടി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടി അയോഗ്യനായി എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല ശുദ്ധമായ വേടത്തിന്മേലങ്ങനെ അഭിഷിക്തന്റെ ശരീരം അർപ്പിക്കുന്നു. ജീവിതകാലം എങ്ങനെ ശാന്തിയും സമാധാനങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാതൃതാർത്ഥ പിതാവായി ദൈവങ്ങളുടെ പ്രയോഗത്തിനായി ഈശ്വരശിഹായും ഭൂവാസ് എല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവ് ദൈവശിഹാവും ജീവിതായും സുവിശേഷം വഴി വിസ്തുമാമതയുടെ സജീവൻ ജീവിതായങ്ങളുടെ തമ്മിൽ പരിശുദ്ധോലിക്കാസുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നാലുവിന്റെ വിശുദ്ധങ്ങൾ പഠിപ്പിച്ച എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് നാദലക്ഷണമായി ഈശ്വരശിയുടെ വിടാനുഭവത്തിന്റെ മറ്റൊരു സംസ്ഥാന ഉദ്ധാരണത്തെയും മകനെ ഭവിഷ്യങ്ങൾക്കും പരിശുദ്ധവും ജീവിതായ ദൈവമാരെ സന്തോഷത്തോടെ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കൃപാലയോട് നാമസ്ഥനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതികൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ ഏർപ്പിലെ പ്രതിയാശിക്കുന്നതിനെ പ്രേരിപ്പിൽ ആവണമെന്ന് സ്വർഗരാജ്യവുമായി ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവങ്ങൾക്ക് വേണ്ടി അങ്ങനെ മകനെയും സ്നേഹം രക്ഷാപത്തെ കുറിച്ച് അങ്ങനെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായി രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷ പ്രത്യാശയോടെ ഞങ്ങൾ അംഗീകരിക്കുന്നത് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. യോഗ്യരാക്കും നിങ്ങൾ തീർത്തും യോഗ്യരാക്കും. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവിതായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം നിങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കഥാവിശ്വമിശിഹായി നിന്റെ തിരുനാമത്തിൽ സ്തുതിയും മാത്രമായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായും ഈ അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്ന മരിക്കുകയില്ല, പാപമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും വ്യക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തോടും നാളും ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നവും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധയെ വെച്ച പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാവനങ്ങളുടെ പിതാവേ, കാര്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്ക ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗ്ഗത്തിലും ഭൂമിയുടെ രാജ്യശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ അവിടുത്തെ കാരണത്തെ നാം എല്ലാവരും സമ്പൂർണ്ണമാക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കാൻ സ്വന്തം ശരീരരക്തങ്ങൾ നൽകിയവൻ വാഴ്ത്തപ്പെടാനാകുന്നു. സഹോദര വരുവിൽ മാലകമാർ പോലും ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. ശരീരം രക്തം കടന്നപ്പോഴത്തേക്കും നിത്യശീല കാരണമാകട്ടെ. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചരിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചരിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. ഗോതമ്പുമണികൾക്കാനന്ദ നിർവൃതി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ ഗോതമ്പു തുണ്ടം ആരാധ്യപാത്രം കുർബാനയായി വാഴ്ത്തപ്പെടുമ്പോൾ ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം
വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യരെ കാണും. മനുഷ്യവർഗാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിത ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾ ശാന്തി കാരണമാകാതെ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തുഷ്ടിക്ക് നിദാനമാക്കട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്റെ വിശ്വസ്തരുടെയും കലകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്വത്വികവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ഞങ്ങൾ പരിപോഷിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണീയമായ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാൻ സ്വർഗവാസികളെ ചേർന്നങ്ങേ പുകഴ്ത്തുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുമിശിഹായ സ്തുതിയും പരിശുദ്ധവും ജീവദായകമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ പാപങ്ങളും പുറകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ തന്നെ നാം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന് സൽഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. മാമോദീസ വഴി ദൈവിക ജീവനം നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും തിരുശരീരക്തങ്ങളാലും നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്ത കർത്താവ് രക്ഷകനുമായ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അനുദിന ജീവിത സാഹചര്യത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടെ നിങ്ങളെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായി ജീവൻ നയിച്ച് സഭയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യരഹസ്യങ്ങൾ പങ്കുചേർന്ന് നിങ്ങളെ അവിടുന്ന് നിത്യ സൗഭാഗ്യത്തിന് യോഗ്യരാകട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായിട്ട് അടുത്ത നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, സകലത്തിനോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥപേക്ഷകരിൽ ഒരുവരെങ്കിലും ഉപേക്ഷയായി ലോകത്തിൽ കേട്ടില്ല എന്ന് ഓർക്കണമേ. കനിയുടെ രാജ്ഞിയായ കന്യകേ, ദയയുടെ മാതാവേ, ഈ വിശ്വാസം ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. പെരുപ്പിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ സന്നിധിയിൽ കാത്തുകൊണ്ട് അങ്ങേ സന്നിധി നിൽക്കുന്നു. അവതരിച്ച മാതാവേ, എന്റെ അമ്മേ, ദയാപൂർവ്വം കേട്ടണമേ. ആമേൻ. ഈ സമയമുള്ള പ്രത്യേകമായിട്ട് നിത്യസഹായ മാതാവിനുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും നിയോഗമായിട്ട് സമർപ്പിച്ച കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യക്ഷമായി പ്രാർത്ഥിക്കാം. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്കാം സ്നേഹനാഥേ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ കേഴും നമ്മെ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിൻ
മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭകനികയെ ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായം അഭയസ്ഥാനം പ്രതീക്ഷയുമാകുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണിഞ്ഞിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ദരിദ്രം അങ്ങേ തിരുക്കുമാരനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ പുത്രന്റെ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവസന്നിധിയെ ശക്തികളും നിത്യസഹായ മാതാവേ, നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ. കലോപരികളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോമിശിഹായുടെ പരിപൂർണ്ണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവായ മറിയത്തിന്റെ അപേക്ഷയ കാനായിൽ വശം വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനുള്ള സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനതയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയേറെ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ. അങ്ങയുടെ നാമം എപ്പോഴും, പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹിക്കുന്നയായ നാഥേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. സകലവിധ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിത്യസഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാർദ്രയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ അവ സന്തോഷത്തോടെ ക്ഷമയോടുകൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മയിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിസ്ഥിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും മതൈക്യത്തിലും സഹോദരരെ പോലെ ജീവിക്കുന്ന അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നാളിൽ സംബന്ധിക്കുന്ന യുവദൈവാക്കന്മാർക്ക് പരിശുദ്ധാരൂപയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തം തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം തങ്ങളുടെ ആരോഗ്യം പരീക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇന്ന് വേർപിരിഞ്ഞു പോയ നവനാൾ ഭക്തർക്കും എല്ലാ മരിച്ച വിശ്വാസികൾക്കും നിത്യവിശ്രമം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിന്റെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള അവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രസാദപരത്തിന് നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ കൗതാശ ജീവിതങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മിക ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സന്തോഷകരവും സമാധാനപരമായ കുടുംബജീവിത സന്യാസ ജീവിതങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാം.
മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻപാതേതാ നിന്മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. മാധുര്യമേറും നിന്നേത്രങ്ങൾ ശോകപൂർണ്ണങ്ങളാണല്ലോ. ആ നിന്റെ തിരുനേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ. രോഗികൾക്ക് ആശീർവാദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യമുലം ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസരെ തൃക്കൺ പാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ പവിത്രീകരാകുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ അതിവേഗം രോഗമുക്തരാകുകയും ചെയ്യട്ടെ. ഈ അപേക്ഷകളെല്ലാം കർത്താവ് ഈശോമിശിഹാ വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് ഈശോമിശിഹ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും നിങ്ങളെ സൗഖ്യം നൽകി പരീക്ഷയും നിങ്ങളുടെ മുൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മറിയത്തിനോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകലതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ എല്ലാ തലമുറകളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ അങ്ങയുടെ മാതാവായി മറിയത്തെ എപ്പോഴും സഹായമെല്ലാം സന്നദ്ധത്തിൽ അമ്മയായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുതചിത്രം മടങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്ത് ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായുടെ സ്നേഹം നിറഞ്ഞവരെ, നാളെ 8 നോമ്പിന്റെ സമാപന ദിനമാണ്. നാളെ ആഘോഷപൂർവമായ ദിവ്യബലിയായിരിക്കും. ഏറ്റവും ദീക്ഷമായിട്ട് നാളെ എല്ലാവരുടെയും പൊതുവായ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ദീക്ഷമായിട്ട് നാളത്തെ ശുശ്രൂഷയിലും എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ഈ സമയം ദിവികാരന് നാഥന്റെ സന്നദ്ധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പാം. അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ സോദരരെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമിത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ
പരിശുദ്ധമാകുമിത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ കൂപ്പി ഒരു നിമിഷം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഉള്ള പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ദിവസങ്ങളൊക്കെ ഒട്ടനവധി പേര് നിയോഗങ്ങൾ സമർപ്പിച്ചു. ഉദരഫലം ദൈവത്തിന്റെ അനുഗ്രഹമാണല്ലോ. പലവിധ കാരണങ്ങളാൽ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. രോഗം മൂലം, ശാരീരികവും മാനസികമായ അസ്വസ്ഥതകൾ മൂലം, മറ്റു പലവിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം അവരെല്ലാം ദൈവതിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കും. മക്കള് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെ ഈ നിമിഷം ദൈവതിരുസന്നിധിയിൽ ചേർത്ത് വയ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുകുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായി കുദാശയങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാശം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിളം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ.
ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കേൾപ്പേഴും താങ്ങായി നിന്നെ നിൻ പുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങൾ